എന്താ ഇന്ന് പോണില്ലേ? ഇന്ന് റീയൂണിയൻ ആണ് പോണെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. ഹലോ. ഹലോ, ഡോക്ടർ അല്ലേ? അതെ സർ, ഒരു കേസ് ഉണ്ടായിരുന്നു. സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലേ നിനക്ക് വരാൻ പറ്റില്ല എന്ന്. സർ, അപ്പോയിൻമെന്റ് കൊടുത്തൊരു അർജന്റ് കേസായിരുന്നു. അർജന്റ് ആണോ? അതെ സർ. ഓഹ്, ഞാൻ വരാം. സാർ, ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളാവാം, പ്രശ്നങ്ങളാവാം, മാറ്റി വെച്ചിട്ട് ഗിവ് എൻ ഇമ്പോർട്ടൻസ് ടു ദ പേഷ്യൻറ്റ്. നിങ്ങളുടെ പ്രൊഫഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ ഗോഡ് ഗിഫ്റ്റഡ് പ്രൊഫഷൻ ആൻഡ് ഇറ്റ് ഈസ് യുവർ പ്രൊഫഷൻ ആൻഡ് യു ഹാവ് ടു. ഇതാണ് നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. ദാറ്റ് ഈസ് another പോയിന്റ്. മണി വിൽ കം, ഫെയിം ബൈ ദാറ്റ് ഇസ് ബൈ സേയിങ് അത് ഒരു നല്ലൊരു ഡോക്ടർ ആണെന്ന് പറയിപ്പിക്കുന്നതാണ് നിങ്ങളുടെ സക്സസ്. നമുക്കിപ്പോൾ ഈ കേസ് നോക്കാം. ഇനി അടുത്ത ആഴ്ച വന്നാൽ മതി കേട്ടോ. സിസ്റ്ററെ, ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കൂ. ഓക്കെ സർ. സമയമായി, ഞാൻ പോവാ. ഇന്നെന്നെ വിളിക്കണ്ട കേട്ടോ. ഹലോ. ഹലോ അൻസേ. ഹലോ. ഛേ.
So once you have administered the local anesthesia, you recap the needle and place it in the tray. Okay. So I hope all of you have understood the technique. So who's the first person to take up case? Anis, you're the first roll number. Okay, Anis, you start your first case. Anis, where's your mask? ഇതും ഇല്ലേ? ഇതിലിപ്പോ ഏതാടി ആദ്യം എടുക്കുക? എടാ ഇത് എല്ലേ? ഇവിടെ തന്നെയല്ലേ കുത്തുക? ആ അവിടെ തന്നെ. എടാ സൂക്ഷിച്ച്. ഏതാടി കുഴപ്പമില്ല ചേച്ചി. എടാ ബക്കൽ ലിംഗ്വൽ. ബക്കൽ. ഓക്കെ കറക്റ്റ്. ബക്കൽ. പുലിന്ന് വെച്ചാലേ ഒരു വലിയ പുലി. കാട്ടുപോത്തിന്റെ അതിണ്ടാ ചെറിയ സാധനമാണ് നിങ്ങൾ കാട്ടുപോടെന്ന് പറയുന്നത്? കാട്ടുപോത്ത് വെച്ച് എന്തുട്ടാ വിചാരിച്ചേ? പുലി കാട്ടുപോത്തിനെ തിന്നാൻ വരുമ്പോഴേക്കും കാട്ടുപോത്ത് പുലിന് നിന്നുണ്ടാവും. നിങ്ങൾ വെറുതെ പറയാ ചെറിയ സാധനം പിടിക്കാനാ? അതുകൊണ്ടാണ് മനസ്സിലാവാൻ പ്രായം എനിക്ക് ആയിട്ടില്ല. വാട നീ അണ്ണാ നമ്മുടെ ഡോക്ടർ അല്ലേ? ഏത് ഡോക്ടർ? നമ്മുടെ ക്ലിനിക്കില്. ഏത് നിന്റെ പല്ല്? അതന്നെ. എന്താണോ പറ്റിയത്? എന്താ സാറേ എന്തുട്ടാ പറ്റിയേ? വണ്ടി പണി മുടക്കിയ? പണി മുടക്കി. ടയർ പഞ്ചറായെന്നാ തോന്നണേ. പഞ്ചറാണോ? മെക്കാനിക്കാണ്. നോക്കിയേക്കടാ കൊടിമരം പോലെ നിൽക്കാണ്ടേ. ഇത് മാറ്റേണ്ടി വരും സാറേ. നീ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ആ വർക്ക്ഷോപ്പില്ലേ അവിടെ പോയിട്ട് ടൂൾസ് എടുത്തിട്ട് സാധനം മാറ്റി. സാറേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്തായാലും കുറച്ച് സമയം എടുക്കും. നമുക്ക് പോയിട്ട് ചായ കുടിച്ച് വന്നാലോ? എന്നൊരു ചായ കുടിക്കാം. ഞങ്ങളിപ്പോൾ വരാട്ടാ, പെട്ടെന്നായിക്കോട്ടെ. വാ സാറേ. കൃഷ്ണേട്ടാ 2 പൊടി ചായ, ഒരെണ്ണം സ്ട്രോങ് ആയിക്കോട്ടെ. അല്ല സാറ് എവിടേക്ക് വന്നതാ? ഞാനിവിടെ റിയൂണിയന് വന്നതാ. നമ്മുടെ കോളേജിലാ? കടി വല്ലതും വേണോ? ഒന്നും വേണ്ട. എന്തുകൂട്ടിന് ഈ റിയൂണിയൻ? കുറേ നാളെ എല്ലാവരും ഒന്ന് കണ്ടിട്ട്, എല്ലാവരും ഒന്ന് കാണണം. കട്ട്ലേറ്റ് കഴിക്കാം. തുപ്പിയതാണ്. കണിയല്ലേ? സൂരജ് പറ്റടക്കാറായിട്ടാ. താരാൻ കണ്ണേട്ടാ. അനീസ് എവിടെ? അനീസിനെ കണ്ടാ? അനീസിനെ കണ്ടോടാ? भाषा पार
ഭാഷാപാറ് പട്ടാളത്ത് നടയപ്പാറ് പകை നടുങ്കും പടയ അനീസ് എന്റെ ഡാഡീനെ ഒന്ന് വിളിക്കോ? എന്തായാടാ കറി ശരിയാക്കിയ? ആ ശരിയാക്കണ നീ പറക്കും. എന്തായാലും നമുക്ക് ഇനിയും കാണണം. സാറിന് കൂട്ടുകാരെ വീട്ടിലേക്ക് വരുമ്പോൾ കാണണം. ആയിക്കോട്ടെ. ലേറ്റായി, ഞാൻ പോട്ടെ എന്നാല്. അയ്യോ, കീ മറന്നു വെച്ചു. എവിടെ? പചാക്കടയില്ല? ചായക്കടയിലാണെന്ന് തോന്നുന്നു. പോയി നോക്കാം, ഞാൻ എടുത്തിട്ട് വരാം. റാഷി വല്ലതും നടക്കുവോ? അപ്പൊ സെറ്റാക്കി തരാം. എന്തായി നിങ്ങളുടെ ഈ കുടിൽ വ്യവസായം? അതൊക്കെ നമ്മുടെ റാഷി സെറ്റാക്കും മോളെ, അല്ലടാ? ഹായ്, ഇത് കൊള്ളാലോ, ഇതെനിക്ക് തരുമോ? അതൊക്കെ അവിടെ വെച്ചേക്ക് മോളെ, അതൊക്കെ ബുക്ക്ഡാ. നീ നാലൂർക്ക് പോണില്ലേ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പറഞ്ഞ പോലെ ത്രിമൂർത്തീസ് എവിടെ? കൊണ്ടുവന്നിട്ടുണ്ടോ? കരിഞ്ഞു. എങ്ങനെയുണ്ട്? ഞങ്ങൾ കഴിച്ചോക്ക്. അത് കഴിച്ചാ കിടപ്പിലാവൂടി. എനിക്കും തരാം എന്നാ. ഇച്ചിരി ഉപ്പ് കൂടുതലാണോ? ഉപ്പ് കൂടുതലല്ലല്ലോ. ആണോ? സ്ഥിരമുള്ള അത്ര ഒന്നുമില്ല. അല്ല അല്ല. ശരിക്കും ഇതാരുണ്ടാക്കിയത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. ഞങ്ങളിവിടെ ഒരു ചെറിയ ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട്. എന്തെങ്കിലും ഒരു പിരിവ് അല്ല സംഭാവന എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എവിടെ വെച്ചാ ടൂർണമെന്റ്? ഇവിടെ കേച്ചേരിയിൽ. 7s ആണോ 11s ആണോ? നമ്മുടെ 7s സാറേ. കാശ് പണ കൊട്ട് മണി മണി. കാശ് എടുക്കുന്നില്ല മക്കളെ? അയ്യോ മനി, എക്സാമിന്റെ സമയത്തെങ്കിലും പഠിച്ചോടെ പോയിട്ട്. ഫസ്ന കാശ് എടുക്ക്. ഇതേത് വക? ഡി കാശ് എടുക്ക്. ക്ലൈമാക്സ് ആണ്, പിന്നെ തരാം. ആരാ? ഞാനാ, മനിയ. നിജി കാശ്. ഏത് കാശ്? പിരിവ്. അതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നത്. തരാം. ഭാഗ്യ പിയാർ എവിടെ? മെസ്സിലായിരിക്കും. ഇന്ന് രാത്രി കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ, ആരും ഉറങ്ങരുത്. ബർത്ത്ഡേയാ?
ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ എത്താടാ. Happy birthday to you. Happy birthday to you. Happy birthday dear Shama. Happy birthday to you. ചേച്ചി ഒരു പ്രാവശ്യം കൊണ്ട് ആൽജനേറ്റ് തരുമോ? ഇത് എത്രാമത്തെ തവണയാ ചേച്ചി? ശരിയായില്ല, ഒരു പ്രാവശ്യം കൂടെ, അവസാനം പ്ലീസ് പ്ലീസ്. ഒരു പ്രാവശ്യം കൊടുക്കുള്ളൂ. Ellen, what are you doing on the patient? Are you doing a Dashavadana makeup? So Ellen, what is the drape? And what's happening here? Only a rat. You don't know how to keep a chair clean? What is your trolley? You take a trolley first. സർ ട്രോളി, സർ ഒരു മിനിറ്റ്. ട്രോളി അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. എന്താ ഹെലൻ ഇത്? ഇത് പണ്ടേ ഇങ്ങനെ മണ്ടിയാണോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പഠിച്ച് മണ്ടിയായാണോ? ഹായ്, കിട്ടിയടാ മേഘ സൈൻ കിട്ടിട്ടാ കണ്ടോ? സൈൻ കിട്ടിയോ? മേഘയ്ക്ക് കിട്ടിയോ? റാഷിക്ക് സൈൻ കിട്ടിയോ? ഇല്ലടാ. അതെ, പോളിഷിങ് ഇത്ര മതിയോ? ഹാജയ്ക്ക് സൈൻ കിട്ടിയില്ലല്ലോ. എടാ എടാ ഫ്ലെയിം ഇങ്ങോട്ട് ഒരു മിനിറ്റ്. അയ്യോ, ഒന്ന് നീക്കി. കനക്കൊണ്ട് തോറ്റു. എന്താണ് മേഘ? ആർക്കും സൈൻ കിട്ടിയിട്ടില്ല, അവന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടേ? ഹാജയുടെ നോക്കട്ടെ. എന്റെ കഴിഞ്ഞിട്ടില്ല. എന്റെ പോളിഷിങ് ഇത്ര മതിയോ? അവിടെ കുറച്ച് വാക്സ് കൂടി ഇടും. ഞാൻ നമ്മുടെ പോളിഷ് ചെയ്യട്ടെ. വെറുതെ ഇരിക്ക്, ഒന്ന് പോയടാ. എന്തോന്നാ അവിടെ ചെന്ന് കാണിച്ചു കൊടുക്ക്. ഒരു ടീച്ചറില്ലേ നീ പോളിഷ് ചെയ്യണത്? എന്താ ഈ കാണിക്കണേ? ഒന്നുകൂടി പോളിഷ് ചെയ്യാൻ നന്നായിട്ട്. ഉള്ളിലത്തെ വാക്സ് ഒക്കെ എടുത്ത് കളയാം. നോക്കട്ടെ. ഓക്കെ. നെക്സ്റ്റ്. ഇതെന്തത്? എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ കാണിച്ചു വെച്ച് സ്മോക്ക് ചെയ്യുന്നുണ്ടത്? പിന്നെ എന്താണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? സോറി സാർ. സോറിയാ? സോറി. ഇത് കടത്തിരിക്കുന്നത് എന്തത്? കൊണ്ടുപോയി പോളിഷ് ചെയ്യൂ.
പടച്ചോനെ എന്താണ് പോടാപ്പാ എന്തുട്ടാടാ അതൊക്കെ നോക്കടാ മസില് കണ്ടാ മസില് ഇങ്ങോട്ട് നോക്ക് എന്തുട്ടാടാ അതൊക്കെ കണ്ട സാറിന്റെ ഈ വണ്ണുണ്ട് അറിയില്ല വാട്ട് ഈസ് സ്റ്റിപ്ലിംഗ്? എനിക്ക് 2 റൗണ്ട് അടിച്ചിട്ട് വാ, ബ്രെയിനൊക്കെ ഒന്ന് ചൂടാവട്ടെ. പൊക്ക്. പെരിയ വയവുണ്ടായിരുന്നല്ലേ? കൺസർവേറ്റീവ് ചെയ്യാൻ നോക്കുക, പറ്റുന്നില്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യാം. പിന്നെ അമാലിതൊക്കെ ചെയ്യാം കേട്ടോ. പക്കലാണെങ്കിൽ നമ്മൾ GIC. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ജിഞ്ചവൈറ്റീസും അത് സ്റ്റുഡൻസും നമുക്ക് അലോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. മോനു കരയണ്ട കേട്ടോ. പല്ലിലെ പുഴുവൊക്കെ എടുത്തിട്ട് നമുക്ക് പല്ലൊക്കെ ശരിയാക്കണ്ടേ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാം. കരയാതിരുന്നാൽ പെട്ടെന്ന് വീട്ടിൽ പോവാം കേട്ടോ. ഒന്നും പേടിക്കാനില്ല. വരൂ, വാവേ, വായ തുറക്ക്. നോക്കട്ടെ പുഴുവൊക്കെ പോയോ ഒന്ന്. ചേച്ചി വെള്ളമൊക്കെ അടിച്ച് നോക്കട്ടെ. വേനിക്കുണ്ടോ? വേനിക്കില്ലല്ലോ. പിന്നെ എന്തിനാ തലയൊക്കെ ഇങ്ങനെ വെട്ടിക്കണേ? വാവയ്ക്ക് വേനിക്കില്ലല്ലോ. ഇനി ചേച്ചി ഇങ്ങനെ പറയില്ല. വാ അടക്കില്ല മോനെ, വാ അടക്കില്ല എന്നല്ലേ പറഞ്ഞത്. വാ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ചേച്ചി എങ്ങനെ ചെയ്യാ? പെട്ടെന്ന് വീട്ടിൽ പോകണം. നിനക്ക് വാ തുറന്നേ. അയ്യോ, കിടക്ക്. ഇത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാം. അമ്മയുടെ അടുത്ത് പോകണ്ടേ? വാവയ്ക്ക് അമ്മേനെ കാണണ്ടേ? അടങ്ങി കിടക്കോ നല്ല കുട്ടിയായിട്ട്? ചേച്ചിക്ക് ചെയ്യാൻ കാണിച്ചു തരുമോ? ചേച്ചിക്ക് ചെയ്യാൻ കാണിച്ചെന്നില്ലെങ്കിൽ ചേച്ചിക്ക് ദേഷ്യം വരും. പിന്നെ സാറിനെ വിളിച്ചോണ്ടിരും. വേണോ? വലിയ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആവില്ല. സാർ ത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നൽകി അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കൂടി വിജയിപ്പിക്കണം. അത് കുഴപ്പമില്ല. മീറ്റിങ്ങിന് എല്ലാവരും വന്നില്ലായിരുന്നോ? നാളത്തെ പ്രോഗ്രാമിന് ഓഡിറ്റോറിയം റെഡിയാക്കണം. ഉച്ചയ്ക്ക് തന്നെ എല്ലാവരും എത്തണം. മാം
പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയി, ഞങ്ങൾ പോവുക. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എവിടെ പോയാലും വേരുകൾ മറക്കാൻ പാടില്ല. ഒരു വൃക്ഷം വളർന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ വീഴാതിരിക്കണമെങ്കിൽ അതിൻ്റെ വേര് അത്രത്തോളം ആഴത്തിൽ പോയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ വേര്, നിങ്ങളുടെ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നതിൻ്റെ വേര് റോയൽ ഡെൻ്റൽ കോളേജാണ്. അപ്പോൾ കോളേജുമായി എപ്പോഴും ഒരു അടുപ്പമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദവും എന്നും കാത്തു സൂക്ഷിക്കണം. ഇടയ്ക്ക് റീയൂണിയനൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളെയൊക്കെ കാണാൻ വരണം. എവിടെ പോയാലും ഞങ്ങളുടെ അധ്യാപകരുടെ അഭിമാനം നിങ്ങൾ ഉയർത്തിപ്പിടിക്കും. ആര് വരാനാ റീയൂണിയന്? കുറേ കാലം കഴിയുമ്പോൾ എല്ലാവരും ഓരോ തിരക്കിലാവും. ആരും വരാനൊന്നും പോണില്ലടാ. നീ വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ. അലിയവേ പുതിയതാം അറിവിതാ മനമിതിൽ പുണ്യമോ സൗഹൃദം.